കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ദൈവജനം ധ്യാനിപ്പാനും ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. പുതുവർഷത്തിൻ്റെ പ്രാരംഭമാണല്ലോ. 2025 ഒരു വർഷക്കാലം ദൈവം നമ്മളെ വിശ്വസ്തയോടെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനും ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു മോർണിംഗ് മന്നായാണ് നമുക്ക് ഈ വർഷം അഥവാ 2026 ചിന്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയത്. ഏറ്റവും വിലപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിനെപ്പറ്റിയാണ് നമുക്ക് ഈ ഒരു വർഷക്കാലം ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതിനെ ആസ്പദമാക്കി ഒരു വചനം ഞാനിവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാരത്തരയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യന് ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതിൽ പരാമർശിച്ചിരിക്കുന്നത് സാത്താൻ്റെ ഉത്ഭവമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ്റെ തലയെ തകർക്കുന്നതായിരിക്കുന്ന അഥവാ സാത്താൻ്റെ അന്ത്യത്തെ കുറിക്കുന്നതായ ഒരു പുസ്തകമാണ്. ഒരു ഭാവി ദൈവമക്കളുടെ ഒരു ഭാവി പ്രത്യാശയുടെ പുസ്തകം ആണ്. ഏതാണ്ട് 22 അധ്യായം 404 വാക്യങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഒരു പുസ്തകം, വിശുദ്ധ വെളിപ്പാടിൻ്റെ പുസ്തകം. AD 90-96 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായിരിക്കുന്ന പുസ്തകമാണ്. ഇതിനകത്ത് 2 വ്യക്തികളെയാണ് കാണിക്കുന്നത്, യേശുക്രിസ്തുവും യോഹന്നാനും. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്നത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. സ്തോത്രം. വലിയ പോരാട്ടത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ ഒരു ദൈവവൈതലിന് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു നിത്യഭവനം അഥവാ നമ്മുടെ മുൻപിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി സ്വർഗത്തിലെ ദൈവം യോഹന്നാന് മറ നീക്കി കാണിക്കുകയാണ്. അവിടെ വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം എഴുതുവാനുള്ളതായിരിക്കുന്ന കാര്യം നമുക്കറിയാം. യോഹന്നാനെ പത്മോസ് ദ്വീപിൻ്റെ കൊണ്ടിടുകയും അവിടെ വച്ച് കർത്തൃദിവസത്തിൽ ആത്മവിവശനായി യോഹന്നാനു വേണ്ടി സ്വർഗം തുറക്കുന്നതും കാണുന്ന ദർശനവും ദൈവശബ്ദവും അപ്രകാരം എഴുതി വെച്ചതായിരിക്കുന്ന പുസ്തകമാണ്. ഇന്ന് ഈ പുസ്തകത്തിലെ ഓരോ വാക്കുകളും ഓരോ അധ്യായങ്ങളും ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വായിച്ച വേദവാക്യം ഇങ്ങനെയാണ്: അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം 7ന്റെ ഒത്തിരി പ്രത്യേകതകൾ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കാണിക്കുന്നത് 7 മുദ്ര, 7 നക്ഷത്രം, 7 സഭ, 7 ആത്മാക്കൾ, 7 നിലവിളക്ക്, 7 കാഹളം, 7 ഇടിമുഴക്കം, 7 കലശങ്ങൾ, 7 മൂർത്തികൾ, 7 ഭാഗ്യവാന്മാർ. അങ്ങനെ ഒരു വലിയ ആ 7ന് വലിയ പ്രത്യേകത അവിടെ കാണുന്നുണ്ട്. ആ 7ന്റെ പ്രത്യേകതയാണ് നമ്മളും അങ്ങനെ ആചരിക്കുന്നത്. 7-ാം ദിവസം ശബത്, അതും ഒരു പ്രത്യേക ദിവസമാണ്. 7-ാം ദിവസത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ആ വെളിപ്പാട് പുസ്തകത്തിൽ 7ന് ഏറ്റവും വലിയതായ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്, ഒരു വേർപാടുണ്ട്.
സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ എത്ര പഠിച്ചാലും തീരാത്തൊരു ആഴക്കടലാണ്. ഇവിടെ പറയുന്നത് അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാഴ്ത്തലയുള്ള വാൾ. കർത്താവിന്റെ വചനത്തെ പറ്റിയാണത് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 4:12 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നതും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനം അത് ഇരുവാഴ്ത്തലയുള്ള വാളാണ്. അത് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണെന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. കാരണം അന്ത്യകാലത്തേക്കുള്ള പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ പകൽക്കാലം ദൈവമക്കളുടെ ഭാവി പ്രത്യാശയുടെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം ആര് അത് വായിക്കുകയും അത് അനുസരിക്കുകയും പ്രമാണിക്കുകയും അത് കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ വേദപുസ്തകം സ്പഷ്ടമായി വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2:12 പറയുന്നത്, ബെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവാഴ്ത്തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ ശബ്ദം ഇടിമഴക്കം പോലുള്ളതായിരിക്കുന്ന ശബ്ദമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ ഇരുവാഴ്ത്തലയുള്ള വാളുകൾ പോലെയാണ്. അത്രമാത്രം മൂർച്ചയേറിയതാണ് ഈ ദൈവത്തിന്റെ വചനം. ഏതു വ്യക്തിയെയും മുറിവ് കെട്ടുകയും അവനൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ശക്തിയുള്ള ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പുസ്തകം അനുസരിക്കുന്നവർക്ക് മഹാപ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ അഥവാ ഒറ്റപ്പെടലുകൾ, പല ദ്വീപിന്റെ അനുഭവങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ യോഹന്നാനെ പത്മോസ് ദ്വീപിലാക്കുമ്പോൾ, തടവറയിൽ അവിടുന്ന് നാടുകടത്തുമ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? യോഹന്നാനെ ഈ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ എനിക്ക് തൻ്റെ മകനായിരിക്കുന്ന യോഹന്നാനോട് ചില കാര്യങ്ങൾ അരുളപ്പാടായി പറയുവാനും അവനെ ചില ദർശനങ്ങൾ അവനെ മറനീക്കി ചില കാര്യാദികൾ കാണിക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവമായിരിക്കാം ഒരുപക്ഷെ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ അവനെ കൊണ്ടുപോയത്. അവിടെ വച്ചാണ് അവന് പ്രത്യക്ഷനായത്. സ്തേഫാനോസിനെ നമുക്കറിയാം. സുവിശേഷ വേലയിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. അദ്ദേഹത്തിനു വേണ്ടിയും സ്വർഗം തുറന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ഭീഷണികൾ, ചില ഉപദ്രവങ്ങൾ, ചില നാടുകടത്തൽ, സുവിശേഷത്തിന് വേണ്ടി ഇതൊക്കെ നാം അനുഭവിക്കുന്നുവെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. യോഹന്നാനു വേണ്ടി മാത്രമല്ല, സ്തേഫാനോസിനു വേണ്ടി മാത്രമല്ല സ്വർഗം തുറക്കുന്നത്. കഷ്ടമനുഭവിക്കുന്ന, സുവിശേഷ വേലയിൽ ഉപദ്രവം അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ദൈവം ഇടപെടും, സംസാരിക്കും. ആയതുകൊണ്ട് സുവിശേഷ വേലയിൽ കഷ്ടം അനുഭവിച്ചാലും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യല്? ഭയപ്പെടരുത്. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളോട് ഇടപെടുവാൻ വേണ്ടിയാണ്, നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഈ പുതുവർഷത്തിൽ ഈ 2026 കർത്താവിന് വേണ്ടി എന്ത് കഷ്ടം അനുഭവിക്കുന്ന തയ്യാറായാൽ സ്വർഗം എനിക്കും നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ.
ഈ പ്രഭാതത്തിൽ നമ്മളെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ തലവണക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽ വേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഉണർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്വർഗീയമാകുന്ന നന്മകൾ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ. എത്ര കഷ്ടവും പ്രയാസവും ജീവിതത്തിൽ നേരിട്ടാലും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു പുതുവത്സരാശംസ നേരുന്നു. ദൈവം നമ്മെ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.